ഈ പെണ്ണൊരുമ്പെട്ടാൾന്ന് പറഞ്ഞ ഇതാണ്. എൻ്റെ വീട്ടിലുണ്ട് 2 എണ്ണം. ഡേ ആദ്യം ഈ കഥയൊന്ന് കഴിയട്ടെ കേട്ടോ. ഓ എന്നിട്ട് അയ്യോ ദേ മുകേഷ്, ഒരു ഫോട്ടോ എടുത്തോട്ടെ. എന്താ? ഫോട്ടോ ഓ ഞങ്ങളൊന്ന് എടുത്തോട്ടൊന്ന് മാറിയെന്നേ. ഒന്ന് ചിരിച്ചോണേ. ആ ആ ഒന്നും എടുത്തോട്ടെ. ഇതാ ഞാൻ സിനിമയിൽ അഭിനയിക്കാത്ത ശല്യാന്നേ. താങ്ക്സ്. ഓ മിസ്റ്റർ മുകേഷ്, എന്തോ? സ്വല്പം കൂടി സെലക്റ്റീവ് ആവണം കേട്ടോ. ഓ ശരി. സിനിമയെ കാണുന്ന പോലെ തന്നെ ഉണ്ടല്ലേ. ആ ഫ്ലോ അങ്ങ് പോയി. എന്നിട്ട് 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 ഉബേ എന്നിട്ട് ഇവിടെ പഠിക്കുന്ന ചില പിള്ളേരുടെ വീട്ടിൽ ഹോം തിയേറ്റർ വരെ ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ സ്കൂളിൽ വെച്ചൊരു ഫിലിം ഷോ വേണോ? മാത്രമല്ല പല പേരൻസും ഇതെപ്പോഴും ഇതൊന്നും വരില്ല. ഞാനൊരു ഒപ്പീനിയൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ താരി ജമീൻ പരൊക്കെ കുട്ടികൾ ഒന്നിച്ചിരുന്ന് കാണേണ്ട സിനിമയല്ലേ. 7 മണിയായിട്ട് എല്ലാവരും ശുഷ്കാന്തി കണ്ടില്ലേ? ഒരു മുതലാളി വന്നതിൻ്റെ വ്യത്യാസം അത്. നിർമ്മലേ, ഇതെന്ത് ലിസ്റ്റാ ഇത്? കല്യാണി ഇപ്പൊ എങ്ങനെയാ പോകുന്നേ? ഞാൻ പൊക്കോളാം, കുഴപ്പമില്ല. അയ്യോ അത് വേണ്ട. സുധി, ഓ സുധി പോണ വഴിക്ക് കല്യാണി വീട്ടിലേക്ക് ആക്കിക്കോ. സമയം ഇത്രയായില്ലേ? അയ്യോ വേണ്ട മാം, ഞാൻ പൊക്കോളാം. മാത്രമല്ല എൻ്റെ കയ്യിൽ വണ്ടിയില്ല. ഓ, വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് ഓടിച്ചിട്ട്. വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട്. നീ ഈ കുട്ടിയെ വിട്ടിട്ട് പോയാൽ മതി. കുട്ടികൾക്ക് സ്കൂളിൽ കാണിക്കാൻ പറ്റിയ ബെസ്റ്റ് സിനിമ ആരെ സമയം പറയും. എന്താ? ഒന്നുമില്ല, സാർവവിജ്ഞാനകോശമല്ലേ. താരി ജമീൻ പറിന് എന്താ കുഴപ്പം? കുട്ടികൾക്ക് വേണ്ടത് എന്താ ചിത്രത്തിലുള്ള ഇറ്റ്സ് എ ഫിലിം ഫോർ പാരൻസ്. കുട്ടികൾ അഭിനയിക്കുന്ന സിനിമയല്ല, കുട്ടികളിരുന്ന് എൻജോയ് ചെയ്യുന്നതാണ് കുട്ടികളുടെ സിനിമ. ഞാനങ്ങനെ ആലോചിച്ചിരുന്നില്ല. എങ്ങനെ ആലോചിക്കാനാ? ആ മുട്ടയിൽ നിന്ന് പുറത്തു വന്നല്ലേ ഇതൊക്കെ കാണാൻ പറ്റും. എന്ത്? നത്തിങ്. എനിക്ക് കുറേ പേരുണ്ടല്ലോ. മൊട്ട, സർവ്വവിജ്ഞാനകോശം, കല്യാണം മുടക്കി. ശരി. ശരിക്കും ടീച്ചറെ പേരെന്താ? കല്യാണി. കല്യാണി. എന്നാ കുട്ടികൾക്ക് പറ്റുന്ന കുറച്ച് മൂവി സുധി സജസ്റ്റ് ചെയ്യോ? തന്നെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ സുധിക്കറിയില്ല. രാവിലെ തൊട്ട് കുത്തിക്കൊണ്ടിരിക്കുകയല്ലേ, കുറച്ച് റെസ്റ്റ് കൊടുത്തുകൂടെ അതിന്? Give it to me. You can read for yourself. സുധിയുടെ ബ്ലോഗാണത്? അല്ല, എൻ്റെ മരിച്ചുപോയ അപ്പൂപ്പൻ്റെ ബ്ലോഗാ. സുധി ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഈ ബുക്സൊക്കെ തിന്നാറുണ്ട്. കുട്ടിക്ക് മാത്രം ബുദ്ധിയുള്ളൂ. അപ്പോൾ കാണാം കല്യാണി ടീച്ചറെ. ശരി എന്നാ. ശരി. കായാമ്പൂ നിറമായി പ്രിയ രാധ കൈതൊട്ട പൂവിനൊക്കെ നിൻമുഖമായി. നല്ല ഭാവന. ആരായി രാധ? ഷീല? എഴുതിയ പോലെ തന്നെ ഒക്കെ ഒരു ഓർമ്മ മാത്രമായി. I'm sorry. From the bottom of my heart. ഇന്ന് സുധിയോട് സംസാരിച്ചപ്പോൾ എനിക്കെന്തോ എൻ്റെ ഏട്ടനെ ഓർമ്മ വന്നത്. അച്ഛൻ ഓർമ്മ വരായിരുന്നു, നന്നായി. ഏട്ടനും ഉണ്ടായിരുന്നു സ്റ്റാമറിങ്. അത് വലിയൊരു പ്രോബ്ലമായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്ത്. സ്പീച്ച് തെറാപ്പിസ്റ്റ് ആവാനുള്ള എൻ്റെ മെയിൻ ഇൻസ്പിറേഷൻ ഏട്ടനാ. ഇൻഫോസിസിലെ പ്രൊജക്ട് മാനേജറാ കക്ഷി ഇപ്പോൾ.
ഒക്ടോബറിൽ ബാംഗ്ലൂരിൽ പുതിയ ജോലിയിൽ എനിക്കും ജോയിൻ ചെയ്യേണ്ടി വരും. അത് വരേണ്ടാവും എന്നെ കൊണ്ട് ഈ ശല്യം കേട്ടോ. ഇവിടുത്തെ കൃഷിക്കാരി അമ്മമ്മയ്ക്ക് ചെറിയൊരു വട്ടുണ്ടോ? അല്ല, കുഴിയിലേക്ക് കാലം നീട്ടിരിക്കുന്ന തള്ളമാരെ ഇവിടെ പാട്ട് പഠിപ്പിക്കുന്നതെന്ന് കേട്ടു. എന്തേ, അവർക്ക് പാട്ട് പഠിച്ചൂടെ? സ്കൂളിൽ പോണവരെ എൻ്റെ കെയർ ടേക്കർ ആയിരുന്നു അമ്മമ്മ. ഞങ്ങൾ കുറേ പേരക്കുട്ടികളെ നോക്കി വളർത്തിയ അമ്മമ്മയുടെ ബെസ്റ്റ് പാർട്ട് ഓഫ് ലൈഫ് പോയത്. എൻ്റെ ഫേവറേറ്റ് പ്ലേസായി തറവാട്. മുപ്പത്തേരി കിടന്നു കാണോ? കിടന്നെങ്കി എന്താ വല്ല ദുരുദ്ദേശമുണ്ടോ? ആ, ഗുഡ് നൈറ്റ്. ഗ്രേഗന്റെ ലീവ് ആപ്ലിക്കേഷൻ ഞാൻ കണ്ടിരുന്നു. ശ്രീദേവി മാഡത്തിനോട് ഞാൻ പറഞ്ഞിരുന്നു 25 ഡേയ്സ് കണ്ടിന്യൂസ് ഷൂട്ട് എന്നാ സെറ്റിന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സിനിമയല്ലേ? അതെ, പക്ഷേ ഗ്രേഗൻ പോയ അവിടുത്തെ പീരീഡ്സ് ഒക്കെ ആര് ഹാൻഡിൽ ചെയ്യും? ഇങ്ങനെ വരുമ്പം എൻ്റെ ക്ലാസ്സസ് അക്കാഡമിക് പീരീഡ്സ് ആയിട്ട് മാറ്റാറാ പതിവ്. അതുപോലെ ഈ പ്രാവശ്യം കൂടി എന്തെങ്കിലും. സ്കൂൾ റൂൾസ് അങ്ങനെ ഒരാൾക്ക് വേണ്ടി മാറ്റുന്നത് ശരിയാണോ? സാറ് പറഞ്ഞോളൂ, ഞാൻ എന്താ വേണ്ടത്? ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് ടൈം ഫോർ യു ടു മേക്ക് എ ചോയ്സ്? ഈ സ്കൂളിന് ഗ്രേഗന് ആവശ്യമുണ്ട്, പക്ഷേ 2 വെള്ളത്തുള്ള ഈ പരിപാടി നമ്മൾ രണ്ടുപേരെയും ഹെൽപ്പ് ചെയ്യില്ല, ശരിയല്ലേ? ഞാൻ റിസൈൻ ചെയ്തോളാം സാർ. സിനിമയാണ് ഗ്രേഗൻ്റെ പ്രയോറിറ്റി എങ്കിൽ ഞാൻ എതിർക്കുന്നതിൽ അർത്ഥമില്ല, അല്ലേ? ശ്രീദേവി മാഡത്തിനോടും കുറുപ്പ് സാറിനോടും ഞാൻ പറഞ്ഞോളാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അച്ഛനമ്മയെ സമ്മതിക്കില്ല, പ്രത്യേകിച്ച് ജോലി കൂടി ഇല്ലാത്തതുകൊണ്ട്. നിനക്ക് ധൈര്യമുണ്ടോ? ഒരു വീടോ പറയത്തക്ക ബന്ധുബലമോ വരുമാനമോ ഒന്നുമില്ല, എന്നാലും നമുക്ക് ജീവിക്കാൻ പറ്റുന്ന വിശ്വാസമുണ്ട്. അച്ഛനമ്മയെ വിഷമിപ്പിച്ചിട്ട് എനിക്കൊന്നും വേണ്ട. ഒരു LD ക്ലർക്കിൻ്റെ ആലോചന വന്നിട്ടുണ്ട്. അച്ഛനത് മിക്കവാറും ഉറപ്പിക്കും. ഞാൻ എന്താ വേണ്ടത്? കുറുപ്പ് സാറിനൊന്ന് മണിയടിച്ച് വെച്ചോ. സിനിമാ പനിയും വിചാരിച്ച പോലെ വർക്കൗട്ട് ആയില്ല വെച്ചാൽ ഇങ്ങോട്ട് തന്നെ മടങ്ങി വരാമല്ലോ. എന്തിന്? എൻ്റെ സുധി, ഇത്ര വലിയ ലോകമല്ലേ? നമുക്ക് ആരോഗ്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, 3 നേരത്തെ ഭക്ഷണത്തിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. കേട്ടിട്ടില്ലേ, നടക്കുന്നവനാണ് നടൻ. പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും കോൺഫിഡൻസ് ഉള്ള ഒരാളെ ആദ്യമായിട്ട് കാണാൻ സമ്മതിച്ചിരിക്കുന്നു. നാളെ സൂപ്പർ സ്റ്റാർ ആവുമ്പോൾ ഞങ്ങളൊന്നും മറക്കല്ലേ ഗ്രേക? നോക്കാം. ആഹാ, മോളും ഉണ്ടായിരുന്നോ? നമ്മുടെ ഗ്രേഗൻ പോണതിന്റെ ദുഃഖം മാറ്റാൻ പുള്ളിക്കാരന്റെ കൂടെ വന്നതാ. അതിനെന്തിനാ എത്ര ദുഃഖം? അവൻ സിനിമയിൽ അഭിനയിച്ച് വലിയ ആളായിട്ട് വരും. വലിയ ഗ്രേഗൻ ഫാനാ അമ്മ. നീ എന്താ വിളിച്ചേ? അമ്മ. ഞാൻ ചായ ഇടാം. എന്താ? തന്റെ ബൗൺസിങ് എഫക്റ്റീവ് ആട്ടോ. ഇത്ര നാളും മേന്നാ വിളിച്ചിരുന്നേ. ഓഹോ, എന്നാ പോണ ബാംഗ്ലൂർക്ക്? അതിനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ട്. ഗ്രേഗനെ ഞാൻ ഇനി കാണുമോ? ചില ആൾക്കാരിങ്ങനെ ലൈഫിൽ നിന്നേ പോയിട്ടുണ്ടേ. അല്ലെ, ചിലപ്പോൾ എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ ആവാം. എന്തിനെങ്ങനെ നെഗറ്റീവായി ചിന്തിക്കണേ? നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ പെണ്ണുങ്ങൾക്കാ. നിർമ്മലനെ കണ്ടില്ലേ? ഗ്രേഗൻ്റെ ജോലി പോയതും അവളവനെ ചതിച്ചു. നിർമ്മല പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? അവളുടെ വീട്ടിലെ സിറ്റുവേഷനൊക്കെ ശ്രുതിക്ക് അറിയാവുന്നല്ലേ? എന്നാൽ പിന്നെ വീട്ടിലെ സിറ്റുവേഷനൊക്കെ നോക്കിയിട്ട് പ്രേമിക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നല്ലോ വീട്ടിൽക്കൊക്കെ. വാഞ്ചകിമാർ കുടിച്ച് വെള്ളത്തിൽ ഒറ്റെണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളില്ലേ? എന്നെയും ഒരെണ്ണത്തിന്. ശരിക്കും ശരിക്കും എൻ്റെ ദേഹത്തോട് വിവരം അറിയട്ടെ, ഞാൻ പഴയ കളരിയാ. കളരിയോ? എന്നാ ഒന്ന് കാണണമല്ലോ. കൈ കയറി പിടിക്കുന്നോ? സോറി. കൈ കയറി പിടിച്ചിട്ട് സോറി. സ്ത്രീ പീഡനത്തിന് കേസ് കൊടുക്കട്ടെ ഞാൻ? കൊണ്ടു കൊടുക്ക. Will you marry me? ഇംഗ്ലീഷിൽ സ്വല്പം വീക്കല്ലേ? ഇങ്ങനെ വെറുതെ തമാശ പറഞ്ഞ് കളിക്കാനുള്ള അല്ലാട്ടോ കല്യാണം. തമാശയല്ല സുധി. എൻ്റെ ലൈഫിലെ എല്ലാ പ്രധാനപ്പെട്ട ഡിസിഷൻസും ഇങ്ങനെ പെട്ടെന്ന് എടുത്തിട്ടില്ല. ഇതുവരെ ഒന്നും തെറ്റിയിട്ടുമില്ല. ഐ എം സീരിയസ്. അല്ലേ,
എന്നെ കാണുമ്പോൾ ചേട്ടന് ഓർമ്മ വരണമെന്ന് പറഞ്ഞിട്ട് ഓഹോ, അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഏരിയയിലേക്ക് ചിന്തിച്ചിട്ടേ ഇല്ല. സുധി, അത്യാവശ്യം ലോകവും ആണുങ്ങളെയും കണ്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷെ സുധിക്കറിയില്ല ഹൗ ബ്യൂട്ടിഫുൾ എ പേഴ്സൺ യു ആറെന്ന്. എന്തു പറ്റി? വെള്ളം വേണോ? ഇത് പൊക്കോളൂ. പെട്ടെന്ന് കേട്ട എൻ്റെ ഷോക്കില. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? മതി. എപ്പോ പറയും? എപ്പോൾ പറയാൻ പറ്റുമെന്ന് ഇപ്പം പറയാൻ പറ്റില്ല. ശരി, I'll wait. എന്താ ഇപ്പൊ ഇത്ര ആലോചിക്കാനുള്ളത്? അപ്പൊ തന്നെ ഒരു എസ് കാച്ചണ്ടേ? ഈ പെൺകുട്ടികളുടെ മനസ്സാ എപ്പോഴാ മാറുന്നെന്ന് പറയാൻ പറ്റില്ല. നല്ല ട്രാഫിക് അല്ലേ? ലൈറ്റ് ആവോ? കോയമ്പത്തൂർ കഴിഞ്ഞാൽ സ്ട്രേറ്റ് റോഡാ സാറേ. സമയത്തെത്തില്ലാച്ചാൽ അതൊരു മര്യാദ കേടാവും. അതാ ഇപ്പൊ കേട്ട കഥയിലെ ശ്രുതി ഇവിടം വരെ എത്തിയത് എവിടെയോ ഇരിക്കുന്ന ഒരാള് വരച്ച വര കാരണമല്ലേ? എത്താനുള്ളതാണെങ്കിൽ നമ്മൾ എത്തിയിരിക്കും. കാരണമാണോ ബാംഗ്ലൂർക്ക് പെട്ടെന്ന് തിരിച്ചു പോണേ? അതെ. കല്യാണം എനിക്കൊരു വാക്ക് തരണം. കല്യാണമായാലും എന്നെ അറിയിക്കരുത്. വൈ? I'll stop trying. നിനക്ക് ഇഷ്ടമുള്ള ബജി ഇതല്ലേ മോളെ? ഇതിൻ്റെ കൂടെ മുളക് പൊടിയും കൂടി ഉണ്ടെങ്കിൽ ബെസ്റ്റാ. എത്തിയിട്ട് വിളിക്കാം അമ്മ. കയറിക്കോളൂ. ഞാനിവിടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള കാര്യം മറക്കല്ലേ. ടൈം ആകുമ്പോൾ ഞാൻ അങ്ങോട്ടൊരു വരവ് വരും. ബൈ. അടുത്ത ആഴ്ചത്തെ കാര്യമല്ലേ, നീ എന്തിനാ ഇപ്പോഴും ടെൻഷൻ അടിക്കുന്നേ? ടെൻഷനൊന്നുമില്ല, എന്നാലും ദേ സുധിയേട്ടൻ. ആ എന്തായി? ആ ഇല്ലില്ല, വിസിറ്റിംഗ് മിസ് അല്ല പോണല്ലടാ. അതെ സുധേട്ടാ, 3 മാസത്തെ സമയമുണ്ട്. അതിനുള്ളിൽ എവിടെയെങ്കിലും കയറി പറ്റണം. ആലോചിച്ചിട്ട് വിളിക്കേ. അതൊക്കെ ശരിയാവും. ശരിയാതെ അവിടെ പോകാനാ. തത്തമംഗലത്ത് നമ്മുടെ സേതുവിൻ്റെ വീട് കൊടുക്കാണ്ടത്ര എന്തുപോലോട്ടാ? എനിക്കറിയില്ല. കച്ചവടം നടന്ന കമ്മീഷൻ തരണം. പറ്റുമോ? നീ പറഞ്ഞിട്ടാണല്ലോ ആ സ്ഥലം ഞാൻ അറിയാൻ. കമ്മീഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബിസിനസ്സുകാരനായി. നീ തിരക്കിലാണോ? ആ എന്തേ? എന്നൊന്ന് വീട് വരെ ഡ്രോപ്പ് ചെയ്യോ? ഇവൻ നമ്മുടെ അടുക്കത്ത് കാശ് മേടിക്കും.
കാശുണ്ടല്ലോ, നീ കൊടുത്തോ. ദോശരടാ. അവന്റെ വളിച്ച ചിരി. വാ വാട. നീ ഇത് എവിടേക്കാത്? ഒന്ന് കൊടൈക്കനാൽ വരെ. കൊടൈക്കനാലിലേക്കോ? അതെ, നാളെ പുലർച്ചെ പോവാ. മോഹനും ബിജു ഒക്കെ വരണുണ്ട്. ബൈക്കിലാണ് ഞങ്ങൾ പോണേ. ബൈക്കിലോ? അപ്പൊ നിനക്ക് സ്കൂളില്ലേ? ലീവ് എഴുതി കൊടുത്തിട്ടുണ്ട്. കുറുപ്പ് സാറ് തരണമെങ്കിൽ തരട്ടെ, അല്ലെങ്കിൽ പോട്ടെ ജോലി. എന്താ മോനെ നിനക്ക് പറ്റിയത്? നിന്റെ ആസ്മയ്ക്ക് കൊടൈക്കനാൽ ശരിയാവോടാ? വെറുതെ ഓരോ പുലിവാല് പിടിച്ചു വെക്കണ്ട. വല്ലതും വന്നാ ഇവിടെ നോക്കാൻ കൂടി ഒരാളില്ല. ഒന്നും വരില്ല. അങ്ങനെ പേടിച്ചാ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ, അതും ശരിയാ. ഒന്നാലോചിച്ച് തുടങ്ങി. എന്നാ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോളൂ. എന്നെ ഇവിടെ ആർക്കും ഒരു വിലയില്ല. ഇവളുടെ ഒരു കാര്യം. അമ്മ വിഷമിക്കണ്ടോ, ഇത് 2 ദിവസത്തെ കാര്യമുള്ളൂ. ശ്രീദേവി ടീച്ചർ വന്നിരിക്കണോ? കയറിയിരിക്കാൻ പറഞ്ഞപ്പോ വേണ്ടാന്ന്. എന്താ അറിയില്ല. എന്താ മേഡം? എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ. ഇതൊക്കെ എന്താ സുധി? കഴിഞ്ഞ കുറെ വർഷമായിട്ട് PTA ഫണ്ട്, കോമൺ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്ത ഫണ്ടൊക്കെ എവിടെയാ പോയത്? എനിക്കറിയില്ല മേഡം. കുറുപ്പ് സാറിന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങളാണ് പലപ്പോഴും ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. സുധി അറിയാതെ നടക്കുമോ? നമ്മളെ വിശ്വസിച്ച സുധി ഓരോ അച്ഛനും അമ്മയും അവരുടെ കുട്ടികളെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ അത്. ശരിയാണോ ഈ ചെയ്തതൊക്കെ? സത്യമായിട്ട് എനിക്കറിയില്ല മേഡം. കുറുപ്പ് സാറിനോട് ഇത് ഡിസ്കസ് ചെയ്ത് വലിയൊരു വഴക്കിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വരുന്നത്. നാളെ എനിക്കിത് വിജയ് സാറിനോട് സംസാരിക്കേണ്ടി വരും. പിന്നെ സംഭവിക്കുന്നതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. നീ ഇതിന് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ സുധി, നിന്നെ എനിക്ക് രക്ഷിക്കാനാവില്ല. നീ സംഭവം എന്താ അന്വേഷിച്ച് നോക്ക്. കൊടൈക്കനാൽ പോക്ക് നമുക്ക് പിന്നെ ആലോചിക്കാം. മോളെ തരേ. എടാ, വിളിച്ച ആ കുട്ടിക്ക് കേക്കില്ലല്ലോ. മോളെ മോള് നോക്ക്. ഒന്നും കേട്ടോ മോന. എന്താണ്? നീ ഇവിടെ വീട്ടിൽ കൊണ്ട് വിടെ. ഞാനിപ്പോ വരാം. നീ ഇതെങ്ങോട്ടാ? സാർ പ്ലീസ്, ഇത് ചെയ്യരുത്. ആ കുട്ടിക്ക് മാഡം ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് ആദ്യം പുറത്താക്കേണ്ടത്. നാളത്തെ PTA മീറ്റിംഗിൽ മെയിൻ അജണ്ട അത് തന്നെയാ. പൊട്ടിയായ മോൾക്ക് ഒരു ഔദാര്യം ചെയ്തു കൊടുത്തപ്പോ തല കയറി വെട്ടാൻ നോക്കേ. ഈ കുറിപ്പിന് ശരിക്കും അറിയില്ല അവൾക്ക്. സാർ നീ ഒന്നും പറയണ്ട. ഇപ്പൊ ഇത് ചെയ്തില്ലെങ്കിൽ ആദ്യം നീ കൊടുക്കും, പിന്നെ ഞാനും. അത് വേണോ? നീ അത് മറന്നേക്ക്. നിനക്കൊന്നും അറിയില്ല, മനസ്സിലായല്ലോ? ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. വണ്ടി എടുക്കണോ?
അയ്യോ സാർ. സാറേ സാറേ അയ്യോ സാറേ തന്റെ മുഖത്ത് കണ്ടില്ലടോ? കണ്ടില്ല. എന്തിനാ അവൻ നിന്നെ വിളിപ്പിച്ചിരിക്കുന്നത്? അറിയില്ല. എന്തെങ്കിലും അവൻ അറിഞ്ഞോ പിന്നെ നീയില്ല. വാ തുറന്ന കൊന്നുകളെന്നായേ. വടസുതി, എന്തിടിയാടോ താനടിച്ചേ? സോറി സാർ. ഞാൻ ഒരു തമാശ പറഞ്ഞാടോ. താനിരിക്കും. താന്ന് വെച്ചിരിക്കടോ. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. തന്നെ എല്ലാവരും പുറത്ത് ചീത്ത പറയുന്നത് ഞാൻ കേട്ടു. അതാ ഞാൻ വിളിപ്പിച്ചേ. ഈ ഉണ്ടായതിൽ തനിക്കൊരു റോളില്ല കേട്ടോ. അതാലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കണ്ട. എൻ്റെ ഹാർട്ടിൽ ചെറിയൊരു പേസ് മേക്കർ ഫിറ്റ് ചെയ്തിട്ടുണ്ടേ. ജനിച്ചപ്പോൾ തൊട്ടുള്ള ഡിഫക്റ്റാ. അതിടയ്ക്ക് ഇങ്ങനെ ഒരു പണി തരും. പിന്നെ സ്കൂളിൽ നിന്നത്തെ ടെൻഷനെല്ലാം കൂടി ഉണ്ടായിരുന്നല്ലോ. അത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഹാർട്ട് കണ്ടീഷൻ ഉണ്ടെന്ന് വിജയ്ക്ക് ഒരു ബോധമില്ലാത്തതാ മെയിൻ പ്രോബ്ലം. എന്തെങ്കിലുമൊക്കെ ഒരു കെയർ വേണ്ടേ? അതുകൊണ്ടല്ലേ ഞാനൊരു ഡോക്ടറെ തന്നെ കെട്ടി. ട്രീറ്റ്മെൻറ്റ് 24 hours കൂടെ തന്നെ കാണും. എൻ്റെ കണ്ടീഷനിൽ ഹൈക്കിങ്ങും സ്വിമ്മിങ്ങൊന്നും അധികം പാടില്ലെന്ന്. എനിക്കിഷ്ടം അതൊക്കെ തന്നെ. പിന്നെന്ത് ചെയ്യാന്? നമ്മൾ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണോ. തനിക്ക് വിക്കും എനിക്ക് ഹാർട്ടും. അത്രയുള്ള ഡിഫറൻസ്. ഇത്തിരി കഞ്ഞി കഴിക്കൂ മോളെ. ഈ മാങ്ങ തിന്നു നോക്ക്, നല്ല ഉപ്പിലിട്ട മാങ്ങയാ. ഒന്ന് കൊണ്ടുപോകണ്ടോ അവിടുന്ന്? ഇത്തിരിയുള്ള കുട്ടിക്കാ മാങ്ങ ഉപ്പിലിട്ടത്. ഒരു രുചിക്കേ. കഴിക്കേ. ഇത്തിരി കഞ്ഞി കുടിക്കും മോളെ. എന്താ കുട്ടിയത്? ഇതിനെ എങ്ങോട്ടെങ്കിലും കൊണ്ടാക്കണുണ്ടോ നീ? രാവിലെ തൊട്ട് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയേണ്ടി ചേച്ചൂരാ? എന്താടാ മുഖം വല്ലാതിരിക്കണേ? ഒന്നുമില്ല. മനുഷ്യനിട്ട് തീ തെറ്റിക്കേണ്ട കാര്യം എന്താ പറയടാ. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? അമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്ക്, ഞാൻ കൊടുത്തോളാം. എന്റെ ഈശ്വര, എന്തൊരു ദുരിതമായത്. കഞ്ഞി ഇഷ്ടമില്ലാന്നാ തോന്നണേ. പുളിശ്ശേരി കൂട്ടി കുറച്ച് ചോറ് കൊടുത്താലോ? ഒന്നും വേണ്ട, അച്ഛൻ ചെല്ലു. എന്തൊക്കെ ഉണ്ടായാലും മോക്ക് നാളെ തന്നെ ഞാൻ അമ്മയെ കാണിച്ചു തരും. അതേനെ. നോക്കിയേക്കാം. ചുമ്മാ മെനക്കേട്. സ്കൂളിലേക്കല്ലോ സുധിയെ? പിന്നെ എങ്ങോട്ടാ? പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനിലോ? നിനക്കെന്താ അവിടെ കാര്യം? എന്നാ കയറിക്കോ, സ്റ്റേഷന് മുകളിൽ ചവിട്ടി തരാം. ഇല്ല. എന്താടാ, വൈകിട്ട് വന്നിട്ട് സംസാരിക്കാം. രാജേട്ടാ പോവാ.
കേറണ്ടാ. ആ കേറ് 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 കേറ്. ആ പെട്ടെന്ന് കേറ്. എങ്ങോട്ടാണോ? പോലീസ് സ്റ്റേഷൻ. കുറുപ്പാണ് സ്കൂളിലെ തരികടയെ കാണിച്ചെന്ന് താൻ കുറയൊന്ന് പറയൂ. എന്താടോ ഇപ്പൊ തന്നെ മുട്ട് പറിച്ചു തുടങ്ങിയോ? എനിക്ക് വെക്കണ്ട സാർ. താൻ പറയൂടോ. ഞാൻ പറയും സാർ. എനിക്കാരും പേടിയില്ല. ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് പറയും. മാഡത്തിനൊന്നും അറിയില്ല. എന്താടാ എന്ത് സന്തോഷമായിട്ടിരിക്കേണ്ട സമയമല്ലേ ഇത്? നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എന്ത് വിഷമം? ഒന്നുമില്ല. കല്യാണത്തിന്റെ കാര്യം ഓർത്ത് നീ ടെൻഷനൊന്നും അടിക്കണ്ട. അതൊക്കെ നോക്കാൻ ഞങ്ങളില്ലേ ഇവിടെ. രാമ രാമ രാമ. കല്യാണി വരൂ കേട്ടോ, വരൂ. ഞാൻ പറമ്പിലായിരുന്നേ. ഇരിക്കോ ഇരിക്കോ, അവളിപ്പോ വരൂ കേട്ടോ. മോളെ കല്യാണി. കൂടെ പഠിച്ചാണോ? അല്ല ഇവിടെ ഇത്ര വലിയ ക്ലോസ് ഫ്രണ്ട്. നമ്മൾ ഒരുമിച്ച് വന്ന് ക്ഷണിക്കാൻ. ഹായ്, വരൂ അങ്ങോട്ടേ ഇരിക്കാം. റിയ ഫസ്റ്റ് കസിൻ ആണോ? അച്ഛൻ്റെ ചേച്ചിയുടെ മോളാ. ആഹാ, ഞങ്ങൾ സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. ഇരിക്കൂ. റിയാണ് സുധയുടെ ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞത്. എന്ത് ഇഷ്യൂ? നിങ്ങളെന്താ ചെയ്യുന്നത്? ഷീസ് എ സ്പീച്ച് തെറാപ്പിസ്റ്റ്. ഫസ്റ്റിനല്ലേ കല്യാണം? എനിക്കൊന്ന് ബാംഗ്ലൂർക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി വന്നേനെ. താങ്ക് യു. അമ്മൂമ്മ എന്തായാലും വരൂ കേട്ടോ, പായസത്തിന്റെ ആളാ. നിങ്ങൾ രണ്ടുപേരോടും കൂടി വരാൻ ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ കുറച്ചുകൂടെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ആൻഡ് ദ ഫസ്റ്റ് തിങ് യു വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്, സുധയുടെ ഈ സ്റ്റാമറിംഗ് ഇഷ്യൂവിന് അതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇല്ല എന്നതാണ്. ഞാൻ ഉദ്ദേശിച്ചത് സുധി ആദ്യം അത് ആക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് പിന്നെ അത് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് ആലോചിക്കാം. ആ ആക്സെപ്റ്റൻസ്, അതാണ് പലർക്കും ബുദ്ധിമുട്ട്. എന്നുവെച്ചാ ലൈഫ് ലോങ് ഇത് ഇങ്ങനെയായിരിക്കും എന്നാണോ? ഇത് ഓവർകം ചെയ്തിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. ഇറ്റ്സ് ഓൾ ഇൻ ദ മൈൻഡ്. മെഡിക്കലി സ്റ്റാമറിംഗ് ജന്മനാ ഉള്ളൊരു ന്യൂറൽ ഡിസോർഡർ ആണ് ഇൻ മോസ്റ്റ് കേസസ്. സോ ഇറ്റ്സ് എ റിയാലിറ്റി. അതാണ് ഭൂരിഭാഗം പേര് മനസ്സിലാക്കാത്തത്. അതിനായി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ് ഒരുപാട് സമയം പൈസയൊക്കെ ചെലവാക്കും. അതല്ല വേണ്ടത്. സുധിയല്ലേ ഇത്? ദേ വരുന്നു നമ്മുടെ അഭിനവ രമണൻ. ഡാ സുധി, സുധി നിക്കടാ. എടാ സുധി, ഇവനിത് എങ്ങോട്ടാ? നീ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് മുങ്ങിയേ? ഗ്രേഗ് നാളെ പോണല്ലോ, നമുക്ക് ഇന്ന് എന്റെ വീട്ടിൽ കൂടിയാലോ? കുപ്പി റെഡിയാണ്. ഞാൻ പോവാ. അവിടെ നിക്കടാ. ഇതെന്ത് തിരക്കാ? ലോകത്ത് വേറെ ആരും കല്യാണം കഴിച്ചിട്ടില്ലേ? നല്ല ടയർഡാ. അതാ നിക്കടാ, ഞാൻ പറഞ്ഞേക്ക്. കല്യാണ തലേന്ന് നമുക്ക് ബാച്ചലർ സെറ്റപ്പ് എന്റെ വീട്ടിൽ ചെയ്താലോ? നിന്റെ വീട്ടിലാണെങ്കിലേ നിന്റെ അച്ഛൻ ആകെ കശവിശുണ്ടാക്കുന്ന ആ പരിപാടി ഈ ഗ്രേഗൻ ദാസ് സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. അതന്നെ. എന്താടാ വല്ല കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? നീ മാറി. അതിനെന്താ നീ ചൂടാവുന്നേ? ആര് ചൂടായി? നീ നിക്ക്. ഇതാ അവന്റെ കുഴപ്പം. ഇവൻ പിടിച്ച മൊയിലും 10 ചെവി. ബാക്കിയുള്ളവർ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യണം.
എന്തൊക്കെ അക്സെപ്റ്റ് ചെയ്യണം ഞാൻ? ആരൊക്കെ പറയട്ടെ accept ചെയ്യണം? മോഹൻ എന്താ അതിന് നീ എന്തിനാ തള്ളുന്നേ? നിന്റെ എല്ലാ കുഴപ്പങ്ങളും സഹിച്ച് ഒരു ഫ്രണ്ടിനെ പോലെ കൊണ്ടുവരുന്ന ഞങ്ങളാ. എന്നിട്ട് ഇപ്പൊ ഒരു പെണ്ണിനെ കണ്ടപ്പോ നിനക്ക് ഞങ്ങളെ വേണ്ടല്ലടാ. എന്ത് കുഴപ്പമാണ് എനിക്കില്ല? വിൽക്കാണ് എന്റെ കുഴപ്പം. പൊട്ടി ഓടിക്കാൻ അറിയാത്താണ് എന്റെ കുഴപ്പം. അവനെ വിറാ, അവനെ തല്ലട്ടെ. രാവും പകലും ഇവനെ കൂടെ കൊണ്ടുവരുന്നേ എനിക്ക് ഇത് തന്നെ വേണം. അത്ര കഷ്ടപ്പെട്ട് നിങ്ങൾ എന്നെ ഫ്രണ്ട് ആക്കണ്ട, എന്റെ കൂടെ നടക്കണ്ട. സുധി, സുധി നിക്കടാ. എന്താടാ? ഞാനും വരാം വീട്ടിലേക്ക്. വേണ്ട. എന്നിട്ട് നിനക്ക് നാളെ കണക്ക് പറയാനല്ലേ? എടാ, എന്നെ ഒരാൾ മനസ്സിലാക്കരുത്. ഒരാള് അക്കൗണ്ട്സ് ആണ് സീരിയസ് മിസ്മാച്ച്. അടുത്ത ഓഡിറ്റിംഗിൽ ഇത് വലിയൊരു ഹെഡേക്ക് ആവും. അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല. സുധി, എനിക്ക് ഇതിന്റെ പ്രീവിയസ് ഹിസ്റ്ററി എത്രയും പെട്ടെന്ന് എടുത്തു തരണം. സംതിങ് ഇസ് സംവെയർ റോങ്. ഞാൻ നോക്കാം. ഫോറിൻ ഫണ്ട്സിന്റെ വേറൊരു അക്കൗണ്ട് ഉണ്ട്. ഇതൊന്നും നേരെ ചൊവ്വ നടത്താൻ പറ്റില്ലെങ്കിൽ എന്തിനാടാ ജോലിക്കെന്ന് പറഞ്ഞ് രാവിലെ എഴുതുള്ളത്? വാ. സുധി എന്നാ പോയിക്കോ. വെറുതെ ശീലയെ നിർത്തി ബോറടിപ്പിക്കണ്ട. കുറുപ്പ് സാറിനോട് ഞാൻ പറഞ്ഞോളാം. എന്തെങ്കിലും ഷീലയുടെ കല്യാണ സാരി ഫിക്സ് ചെയ്യണേ. 3-4 ദിവസമായി സാരി എന്ന് പറഞ്ഞാൽ നടപ്പ് തുടങ്ങിയിട്ട്. പോവാം, എല്ലാവരും വെയിറ്റ് ചെയ്യല്ലേ? സുധി, ഒരു മിനിറ്റ് ഒന്ന് ഇരുന്നാലോ? എന്താ പറ്റിയേ? തലചുറ്റൽ വല്ലതും ഉണ്ടോ? അങ്ങോട്ട് ഇരിക്കാം, വാ ഇരിക്കേ. കുറേ നേരം നിന്നിട്ടാവുള്ളൂ. കുടിക്കാൻ വെള്ളം. ഇത് വിസ്റ്റേഴ്സിനുള്ളതല്ല. ഷീലയ്ക്ക് ഒരു തലകറക്കം പോലെ. കല്യാണത്തിന് മുമ്പേ തലകറക്കോ? കുടിച്ചോളൂ. ഞാൻ ഒരുപാട് ആലോചിച്ചു സുധി. ചിലപ്പോ എൻ്റെ കുഴപ്പം തന്നെയാവും. ഈ ബന്ധം വർക്കൗട്ട് ആവില്ല സുധി. എന്താ ഷീല പറഞ്ഞ? എനിക്ക് മനസ്സിലായില്ലേ? ഇതിപ്പോ അടുത്ത ആഴ്ച കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു ഡിവോഴ്സിനെ പറ്റി ആലോചിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇപ്പൊ ഒരു തീരുമാനത്തിലെത്തുന്നത്? അതിന് മാത്രം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഷീല. ഷീലയ്ക്ക് വെറുതെ തോന്നണാവും. കല്യാണം കഴിയുമ്പോൾ ഒക്കെ ഭേദമാവും. വേണമെന്നുവെച്ചാൽ ബോംബയ്ക്ക് പോവാം. ഞാൻ ജോലി റിസൈൻ ചെയ്യാം. ആസ്മയൊന്നും ഇപ്പോൾ വലിയ ശല്യമല്ല. സുധി, എനിക്ക് നല്ല പ്രയാസമുണ്ട്. പക്ഷെ ഇതാവും നല്ലത്. പ്ലീസ് ഷീല, നമുക്കിതെങ്ങനെയെങ്കിലും ശരിയാക്കാം. ഞാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ നാളെ തന്നെ ബോംബെക്ക് തിരിച്ചു പോവാ സുധി. അച്ഛനിപ്പോൾ സുധിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എല്ലാവർക്കും ബുദ്ധിമുട്ടായി. ഞാനിത് സുധിയോട് നേരിട്ട് പറയാനാ വന്നത്. സുധിക്ക് എന്നേക്കാൾ നല്ലൊരു കുട്ടിയെ കിട്ടും, എനിക്ക് ഉറപ്പുണ്ട്. ഷീലയ്ക്ക് അറിയാഞ്ഞിട്ടാ ഇത് നടന്നില്ല. എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. സോറി സുധി.